നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു ആർ.എസ്. ഞാൻ തിരുവനന്തപുരം പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്, വൃക്കരോഗ വിദഗ്ധനാണ്. നമുക്കിന്ന് വൃക്കകളിലെ സിസ്റ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് പലപ്പോഴും വൃക്കയിൽ കുമിള അല്ലെങ്കിൽ വൃക്കയിൽ മുഴ, വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ സ്കാൻ ചെയ്യുമ്പോഴോ CT സ്കാൻ എടുക്കുമ്പോഴോ വൃക്കയിൽ ഒരു സിസ്റ്റ് കണ്ടു, സിസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്, സിസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി നോക്കാറുണ്ട്. അപ്പോൾ എന്താണ് സിസ്റ്റിക് ഡിസീസസ് ഓഫ് കിഡ്നി അല്ലെങ്കിൽ കിഡ്നി സിസ്റ്റുകൾ എന്താണ് എന്ന് നോക്കാം. സിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു വെള്ളത്തിൻ്റെ ഒരു കുമിള എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു വൃക്കയിൽ കാണുന്ന ഒരു വെള്ളം കൊണ്ട് നിറഞ്ഞ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് എന്ന് പറയും. വെള്ളം കൊണ്ട് നിറഞ്ഞ ഒരു കുമിള കണക്കാണ് ഈ സിസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു മുഴയായിട്ടല്ല ഇരിക്കുന്നത്. പക്ഷേ ഈ സിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത സിസ്റ്റ് തൊട്ട് വൃക്കയ്ക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന, വൃക്കരോഗം ഉണ്ടാക്കി അതുവഴി വൃക്കകളുടെ പ്രവർത്തനം മുഴുവൻ തകരാറിലാക്കുന്ന സിസ്റ്റുകൾ വഴിയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സിസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം ഏറ്റവും ചെറിയൊരു സിസ്റ്റ് പറയാം, അതായത് സിമ്പിൾ സിസ്റ്റ് എന്ന് പറയും. സിമ്പിൾ സിസ്റ്റ് എന്ന് പറയുന്നത് മിക്കവരും വൃക്കകളിലും കണ്ടുവരുന്നതാണ്. അത് പ്രായമാകുന്നതനുസരിച്ച് കുറച്ച് വരും. അത് ഓരോ വൃക്കയിലും 1-2 സിസ്റ്റ് വെച്ച് കാണും. ചെറിയ സൈസായിരിക്കും, ഒരു 8 മില്ലിമീറ്റർ, ചിലപ്പോൾ അതൊരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ സൈസൊക്കെ വരും. ആ സിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. അതിനെ സിമ്പിൾ സിസ്റ്റ് എന്ന് പറയും. അത് ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാക്കത്തില്ല. പക്ഷേ ആ സിസ്റ്റ് കണ്ടാലും ആ സിസ്റ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സിസ്റ്റിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കാൽഷ്യം ഡെപ്പോസിറ്റ്, ചിലപ്പോൾ അതിനുള്ളിലുള്ള കുറേ അറകൾ, അങ്ങനെയുള്ള ചില ഡേഞ്ചറസ് സാധനങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് സാധാരണഗതിയിൽ സ്കാൻ ചെയ്യുമ്പോഴും CT സ്കാൻ എടുക്കുമ്പോഴും അതിനൊരു ഗ്രേഡിംഗ് ഉണ്ട്. ബോസ്നിയ ഗ്രേഡിംഗ് എന്ന് പറയും. ആ ഗ്രേഡിങ്ങിൽ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5 അങ്ങനെ 5 ടൈപ്പുകളുണ്ട്. ഇതിൽ ഈ സിസ്റ്റിൽ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം നമുക്ക് പേടിക്കേണ്ടതില്ല. അതെന്ന് പറയുന്നത് അത് സിമ്പിൾ സിസ്റ്റാണ്. അതിന് നമുക്കൊരു കോംപ്ലിക്കേഷൻ വരത്തില്ല. എന്നാൽ ടൈപ്പ് 3 എന്ന് പറയുന്നത് സിമ്പിൾ ആവാം, എന്നാൽ പ്രശ്നമുള്ളതും ആവാം. 4 എന്ന് പറയുന്നത് ക്യാൻസർ ആവാനുള്ള സാധ്യത, 4, 5 എന്ന് പറയുന്നത് നമ്മൾ നിയർലി ക്യാൻസർ എന്ന രീതി തന്നെ എടുക്കണം. അപ്പോൾ ഈ ബോസ്നിയ 4, 5 എന്ന് പറയുന്നത് ക്യാൻസർ എന്ന രീതി എടുത്തിട്ട് നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് ആ പാർട്ട് എടുത്ത് അത് ക്യാൻസർ ആണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 1ഉം 2ഉം ആണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട. പക്ഷെ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് സിമ്പിൾ സിസ്റ്റാണ്. അത് 1ഉം 2ലും വരുന്നതാണ്. അത് പേടിക്കേണ്ടതില്ല. ഇതാണ് പ്രധാനമായും നമ്മൾ വൃക്കയിൽ സിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളതെന്ന് പറയുന്നത് അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന സിസ്റ്റുകൾ. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ADPKD, ഓട്ടോസോമൽ ഡോമിനൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയും. ADPKD അത് ജന്മനാ കിട്ടുന്നതാണ്. അച്ഛൻ്റെയും അമ്മയിലും കയ്യിൽ നിന്നും ഒരു ജീൻ വരുമ്പോഴത്തേക്കും വരുന്നതാണ്. ഹെറിഡിറ്ററി ഡിസീസാണ്. അതിൽ കിഡ്നിയിൽ ജനിക്കുമ്പോഴേ കുറേ സിസ്റ്റുകൾ ഉണ്ടാവും. ആ സിസ്റ്റുകൾ അവിടെ ഇരിക്കും. അതിൽ കുറച്ച് പേർക്ക് ആ സിസ്റ്റുകൾ ഒരു 30 വയസ്സാകുമ്പോൾ തന്നെ വൃക്കകൾക്ക് ഡാമേജ് ഉണ്ടായി തുടങ്ങും. കുറച്ച് പേര് കുറച്ചും കൂടി പ്രായമായിട്ടായിരിക്കും. അത് എത്രത്തോളം ജീൻ അവർക്ക് വന്നിട്ടുണ്ടെന്ന രീതിയിലിരിക്കും. ഈ അസുഖമുള്ളവർക്ക്, ADPKD അസുഖമുള്ളവർക്ക് മൂത്രത്തിൽ സ്ഥിരമായിട്ട് പഴുപ്പ്, മൂത്രത്തിൽ കല്ല്, വയറുവേദന, കിഡ്നി വളരെയധികം വലുതായി പോകും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അവസാനം പലർക്കും അത് കിഡ്നി ഫെയിലിയറിലോട്ട് പോയി പിന്നെ കിഡ്നി മാറ്റിവെക്കലും പരിപാടിയിലേക്ക് പോകേണ്ടി വരും. ബ്ലഡ് പ്രഷർ കൂടും. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതാണ് ADPKD. പിന്നെ ഉള്ളത് ഓട്ടോസോമൽ റിസസീവ് പോളിസിസ്റ്റിക് ഡിസീസ്, ARPKD എന്ന് പറയും. അത് കുഞ്ഞുങ്ങളിലാണ് ഉണ്ടാകുന്നത്. അത് കുറച്ച് അപൂർവ അസുഖമാണ്. അത് വന്നു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ കിഡ്നി നശിച്ചു പോയി അത് ഡയാലിസിസിലോട്ടും ട്രാൻസ്പ്ലാന്റേഷനിലോട്ടും പോകും. പിന്നെ ഉള്ളത് അക്യൂട്ട് സിസ്റ്റിക് ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്, അതായത് ഈ കിഡ്നി ഡിസീസ് വളരെയധികം ഉള്ളവർക്ക്, ഡയാലിസിസ് ഉള്ളവരിൽ ഇങ്ങനെ കുറേ കുമിളകൾ വരും. അതും നമ്മൾ നോക്കി പോകണം. അത് എല്ലാത്തിലും ഈ കുമിളയിൽ പ്രശ്നം പറഞ്ഞാൽ ഇത് പ്രശ്നം ഉണ്ടാകാത്ത കുമിളയാണോ, ഇത് ക്യാൻസർ ആവുന്ന കുമിളയാണോ നോക്കണം. അപ്പോൾ അത് നമുക്ക് ഈ അൾട്രാസൗണ്ടും CT സ്കാനും വെച്ചിട്ട് പ്രശ്നം ഉണ്ടാകുന്ന കുമിളയാണോ ക്യാൻസർ ആവുന്ന കുമിളയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് അഥവാ ക്യാൻസറിൻ്റെ എന്തെങ്കിലും ലക്ഷണം കാണിക്കേണ്ടി നമ്മൾ ഓപ്പറേഷൻ ചെയ്തതിനെ മാറ്റേണ്ടിയിരിക്കുന്നത്. കാരണം വൃക്കയുടെ ക്യാൻസർ എന്ന് പറയുന്നത് 100% ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അതങ്ങ് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കീമോയോ റേഡിയോ പോലും വേണ്ടി വരത്തില്ല. അതങ്ങ് മാറ്റിയാൽ മാത്രം മതിയാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ച് അപൂർവ സിസ്റ്റുകളാണ് ജന്മനാ ഉള്ളത്. നമുക്ക് ജന്മനാ ഉള്ളത്, ജീനായിട്ട് വരുന്നത്, ഹെറിഡിറ്ററി വരുന്നത്, അത് നമുക്കത്ര ഈ മെഡുലറി സിസ്റ്റിക് കിഡ്നി, മെഡുലറി സ്പോഞ്ച് കിഡ്നി, പിന്നെ മൾട്ടി സിസ്റ്റിക് ഡിസ്പ്ലേസ്, ഇതൊക്കെ കുറച്ച് വളരെ റയറാണ്. ഒരു എക്സാമ്പിൾ പറയാം, മൾട്ടി സിസ്റ്റിക് ഡിസ്പ്ലേസ് കിഡ്നി എന്ന് പറഞ്ഞാൽ ജന്മനാ ഒരു കിഡ്നിയിൽ കുറേ കുമിള വന്നിട്ട് അതങ്ങ് നശിച്ചങ്ങ് പോകും. പക്ഷേ ഒരു കിഡ്നി മതി നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അങ്ങനെ പോയെന്ന് നമുക്കൊന്നും സംഭവിക്കത്തില്ല. അത് പിന്നെ വേറെ പ്രശ്നമായിട്ട് മാറത്തുമില്ല.
അപ്പം ഇങ്ങനെ കുറേ ആണ് സിസ്റ്റുകളെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴെങ്കിലും നമ്മൾ ഈ സിസ്റ്റ് സാധനം കണ്ടുപിടിക്കുന്നത് സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാണ്. എപ്പോഴെങ്കിലും സ്കാൻ ചെയ്തോ എപ്പോഴെങ്കിലും സിസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അത് അടുത്തുള്ള ആ സിസ്റ്റ് കാണുകയാണെങ്കിൽ അടുത്തുള്ള ഒരു നെഫ്രോളജിസ്റ്റിനെയോ യൂറോളജിസ്റ്റിനെയോ കാണിച്ച് ആ സിസ്റ്റം കേടുള്ളതല്ല എന്ന് ഉറപ്പുവരുത്തണം. അതൊരു ക്യാൻസർ ആവാനുള്ള സാധ്യതയുള്ള സിസ്റ്റം അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടുള്ള സിസ്റ്റം അല്ല എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അതിന് ഫോളോ അപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യണം, ഫോളോ അപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയാണ് സിസ്റ്റിനെ പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.